നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ ലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരവിൽഗണേഭ്യാം. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ശ്രീരാമഭക്തന്മാർക്കും കൂപ്പുകൈ. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 379 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുന്ദരകാണ്ഡത്തിലെ 14-ാമത്തെ സർഗം ആണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. അശോകവനിക വളരെ മനോഹരമായിട്ടൊരു ആരാമം, ഒരു പൂന്തോട്ടം കണ്ടു ഹനുമാൻ എന്ന് പറയുണ്ടായി. ഹനുമാൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ പൂന്തോട്ടത്തിൽ സീതാദേവി ഉണ്ടാകാതിരിക്കില്ല. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ലല്ലോ, അവിടെ നിന്ന് പോയി നോക്കാം എന്നുള്ള ഉത്സാഹത്തോടു കൂടി എല്ലാ ദേവന്മാരെയും രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും ഒക്കെ നല്ലപോലെ സ്മരിച്ചുകൊണ്ട് ആ വന്ദന ശ്ലോകം ചൊല്ലിക്കൊണ്ട് രാമ നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ എന്നുള്ള സ്തുതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് വളരെ ആശയോടുകൂടി പ്രതീക്ഷയോടുകൂടി അശോകവനികയിലേക്ക് പ്രവേശിക്കുകയാണ് ഹനുമാൻ. ഈ അധ്യായത്തിൽ അശോകവനികയുടെ വർണ്ണന, അവിടെയുള്ള മനോഹാരിത വർണ്ണിക്കുന്നു. അനേകം വൃക്ഷങ്ങളും അശോകവൃക്ഷങ്ങളും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും. എവിടെയെങ്കിലും സീതാദേവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹനുമാൻ അതിനുള്ളിൽ കൂടി സഞ്ചരിച്ചു. ആ ഹനുമാൻ്റെ പ്രവേശനവും അശോകവനികയുടെ വർണ്ണനയൊക്കെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് നൽകുന്നത്. നമുക്കത് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ ചതുർദശ സർഗ. സമുഹൂർത്തമിവ ധ്യാത്വാ മനസാ ചാധിഗമ്യതാം അവപ്ലുതോ മഹാതേജ പ്രാകാരം തസ്യ വിസ്മിനാം. സംഹൃഷ്ടസർവാംഗ പ്രാകാരസ്സോ മഹാകവി പുഷ്പിതാഗ്രാൻ വസന്താദൗ ദദർശ വിവിധാന്ദ്രമാൻ. സാലാനശോകാൻ ഭവ്यांश्च ചമ്പകാംശ്ച സുപുഷ്പിതാൻ ഉദ്ദാരകാൻ നാഗവൃക്ഷാം ശൂതാൻ കവിമുഖാനപി. അഥാമ്രവനസംച്ഛന്നാം ജതാ ശതസമാവൃതാം യാമുക്ത ഇവ നാരാച പുപ്ലുവേ വൃക്ഷവാടികാം. സപ്രവിശ്യ വിചിത്രാം താം വിഹഗൈരഭിനാദിതാം രാജതൈ കാഞ്ചനൈശ്ചൈവ പാദപൈ സർവതോവൃതാം. വിഹഗൈർമൃഗസംഘൈശ്ച വിചിത്രാം ചിത്രകാനനാം ഉദിതാദിത്യസംകാശാം ദദർശ ഹനുമാൻ കപി. വൃതാം നാനാവിധൈർവൃക്ഷൈ പുഷ്പോപകഫലോപകൈ കോകിലേർഭൃംഗരാജൈശ്ചാം മത്തൈർനിത്യനിഷേവിതാം. പ്രഹൃഷ്ടമനുജയകാലേ മൃഗഭക്ഷിസമാകുലേ മത്തബർഹിണസങ്കുഷ്ടാം നാനാദ്വിജഗണായുധാം. മാർഗമാണോവരാരോഹാം രാജപുത്രീമനിന്ദിതാം സുഖപ്രസുപ്താൻ വിഹഗാൻ ബോധയാമാസ വാനരാം. ഉൽപ്പദർഭിർദ്വിജഗണൈ പക്ഷൈ സാരാ സമാഹതാം അനേകവർണാ വിവിധാമൂജു പുഷ്പവൃഷ്ടയാം. പുഷ്പാവകീർണശിശുഭേ ഹനുമാൻ മാരുതാത്മജ
अशोकवनिका मध्ये यथा पुष्पमयो गिरि दिशः सर्वा प्रथावन्तं वृक्षषण्डगतं कपिं दृष्ट्वा सर्वाणि भूतानि वसन्त इति मेनिरे वृक्षेभ्यः पतितैः पुष्पैरवकीर्णा पृथग्विधैः गिरिराजवसुधा तत्र प्रमदेव विभूषितां तरस्विना ते तरसाभिप्रकम्पितां कुसुमानि विचित्राणि मुमुजुःकपिना ददाम् निर्धूतपत्रशिखरां शीर्णपुष्पफलाद्रुमाहं निक्षिप्तवस्त्राभरणां धूर्ता इव पराजिताम् हनुमता वेगवता कम्पितास्तेन गोत्तमां पुष्पपर्णफलान्याशु मुमुजुःपुष्पशालिनाम् विहङ्गसङ्ख्यर्हीनास्ते स्कन्धमात्राश्रयाद्रुमाहं बभूरगमा सर्वे मारितेनैव निर्धूतकेशीयुवेदिर्यथां मुदितवर्णकां निष्पितशुभदन्दोष्टि नखैर्दन्तैश्च वीक्षतां तथा लाङ्गूलहस्तैश्च चरणाभ्यां च मर्दितां बभूवाशोकवनिका प्रभग्नवरपादपां महारथानां दामानि व्यथमत्तरसा कवि यथा प्रावृषितविन्ध्यस्य मेघजालानि मारुतां स तत्र मणिभूमिश्च राजतीश्च मनोरमां तथा काञ्चनभूमिश्च ददर्श विचरन् कपि वापीश्च विविधाकारां पूर्णापरमवारिणां महार्हैर्मणिसोपान उपपन्नास्ततस्ततां मुक्ता प्रवारसिकतां स्फाटिकान्तरकुट्टिमां काञ्चनैश्चरभिश्चित्रैर्तीरजैः उपशोभितां फुल्लपद्मोल्पलवनाश्चक्रवाकोपपूजितां नत्यूहरितसङ्कुष्टां हंससारसनादिदाहं दीर्घाभिर्द्रुमयुक्ताभिः सरिल्भिश्च समन्दताम् अमृतोपमतोयाभिः शिवाभिरुपसंस्कृताहं लताशतैरवदतां संतानकुसुमावृतां नानागुल्मावृतां घनां करवीरकृतान्तराहं ततोऽम्बुधरसङ्काशं प्रवृद्धशिखरं गिरिं विचित्रकूटं कूटैश्च सर्वदा परिवारितं शिलागृहैरवततं नानावृक्षैः समावृतं तदर्श हरिशार्दूलो रम्यं जगति पर्वतम् ददर्श च जगात्तस्मान्नदीं निपतितां कपि अङ्गादिव समुत्पत्त्यां प्रियस्य पतितां प्रियां जले निपतिताग्रैश्च पादपैरुपशोभितां वार्यमाणामिव क्रुद्धां प्रमदां प्रियबन्धुभिः पुनरावर्ततोयां च ददर्श स महाकवि प्रसन्नामिव कान्तस्य कान्तां पुनरुपस्थितां तस्यादूराच्च पद्मिन्यो नानाद्विजगणायुधां ददर्श हरिशार्दूलो हनुमान् मारुतात्मजां कृत्रिमां दीर्घिकां चापि पूर्णां शीतेन वारिणां मणिप्रवरसोपानां मुक्तासिगतशोभितां विविधैर्मृगसङ्घैश्च विचित्रां चित्रकाननां प्रासादैः सुमहल्भिश्च निर्मितैर्विश्वकर्मणा कृत्रिमैः काननैश्चापि सर्वतः समलङ्कृतां ये केचिल्पादवास्तत्र पुष्पोपगफलोपगां विचित्रा संवृता वृक्षा प्रदीप्ता इव सर्वदा पुंनागा सप्तवर्णाश्च चम्पकोद्दारकास्तथां सच्छत्रा सविदर्दीका सर्वे सौवर्णवेदिकां लताप्रदानैर्बहुभिः पर्णैश्च बहुभिर्वृतां काञ्चनीं शिंशपामेकां ददर्श हनुमान् कपि वृतां प्रेममयीभिस्तु वेदिकाभिः समन्ततां स्वपश्यल्भूमिभागांश्च कर्तप्रस्रवणानि च सुवर्णवृक्षानपरान् ददर्श शिखिसन्निभान् तेषां द्रुमाणां प्रभयां मेरोरिव दिवाकराम् अमन्यददा वीरां काञ्चनोऽस्मीति
വാനരാം താം കാഞ്ചനൈസ്സരുഗണൈർ മാരുതേന ച ബീജിതാം കിങ്കിണീശതനിർഘോഷാം ദൃഷ്ട്വാ വിസ്മയമാഗമൽ. സപുഷ്പിതാഗ്രാം രുചിരാം തരുണാങ്കുരപല്ലവാം താമാരുഹ്യ മഹാബാഹു ശിംശവാം പർണസംവൃതാം. ഇതോ ദ്രക്ഷ്യാമി വൈദേഹീം രാമദർശനലാലസാം ഇതസ്യേതസ്യ ദുഃഖാർത്തി സമ്പദന്തീം യഥച്ഛയാം. അശോകവനികാജയം ദൃഢം രമ്യാ ദുരാത്മനാം ചമ്പകൈശ്ചന്ദനൈശ്ചാപി വകുളൈശ്ച വിഭൂഷിതാം. ഇയം ച നളിനീ രമ്യാ ദ്വിജസംഘനിഷേപിതാം ഇമാം സാ രാമമഹിഷി നൂനമേഷ്യതി ജാനകി. സാ രാമമഹിഷി രാഘവസ്യ പ്രിയാ സതി വനസഞ്ചാരകുശല ധ്രുവമേഷ്യതി ജാനകി. അഥവാ മൃഗശാപാക്ഷി വനസ്യാസ്യ വിചക്ഷണ വനമേഷ്യതി സാര്യേഹാം രാമചിന്താനുകർഷിതാം. രാമശോകാഭിസംതപ്താം സാ ദേവീ വാമലോചനാം വനവാസേ രഥാ നിത്യമേഷ്യതേ വനചാരിണീം. വനേചരാണാം സതതം നൂനം സ്പൃഹയതേ പുരാം രാമസ്യ ദയിതാ ഭാര്യ ജനകസ്യ സുതാ സതി. സന്ധ്യാകാലമനാശ്യാമാം ധ്രുവമേഷ്യതി ജാനകി നദീം ചേമാം ശിവജനാം സന്ധ്യാർത്ഥേ വരവർണിനീം. തസ്യാസ്യാപ്യനുരൂപേയം അശോകവനികാം ശുഭാം. ശുഭായാ പാർത്ഥിവേന്ദ്രസ്യ പത്നീ രാമസ്യ സമ്മതാം. യദി ജീവതി സാ ദേവി താരാധിപ നിഭാനനാം ആഗമിഷ്യതി സാവശ്യമിമാം ശിവജലാം നദീം. ഏവം തു മത്വാ ഹനുമാൻ മഹാത്മാ പ്രതീക്ഷമാണോ മനുജേന്ദ്രപത്നിം അവേക്ഷമാണശ്ച ദദർശ സർവം സുപുഷ്പിതേ പത്രഖനേ നിലീനാം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം സുന്ദരകാണ്ഡേ അശോകവനികാ വിജയോ നാമ ചതുർദശ സർഗാ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ. 14ാമത്തെ സർഗം. അശോകവനികയിലേക്ക് ഹനുമാൻ പ്രവേശിക്കുന്ന ഭാഗം വർണ്ണിക്കുന്നു. കുറച്ചുനേരം കൊട്ടാരത്തിൽ നിന്ന് രാവണൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി അരമന മതിലിൽ കൂടി പുറത്തേക്ക് ചാടിയ ഹനുമാൻ അശോകവനികയെ കണ്ടു എന്നാണ്. അശോകവനികയെ കണ്ടപ്പോൾ സശ്രദ്ധ നോക്കി. താൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത്, ഇപ്പോൾ പുതിയ ഇതായിട്ട് കാണുകയാണ്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നെല്ലാം ചിന്തിച്ചു നോക്കി. എന്നിട്ട് അതൊന്ന് പോയി കാണാനായിട്ട് ശ്രമിച്ചു എന്നാണ്. വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ പൂത്തു വികസിച്ച് നിൽക്കുന്ന അനേകം വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ രാമം. അതൊന്ന് നല്ലവണ്ണം നോക്കി. ധാരാളം മറ്റുള്ള വൃക്ഷങ്ങളും അതിനകത്തുണ്ട്. പൈൻ, കടമ്പ്, അശോകം, പൂവണിഞ്ഞ ചെമ്പകം, പുന്നാകം മുതലായിട്ടുള്ള വൃക്ഷങ്ങൾ ധാരാളം മനോഹരമായിട്ടുള്ള ലതകളൊക്കെ കെട്ടുപിണഞ്ഞുകൊണ്ടും അങ്ങനെ വള്ളിക്കുടിലുകളൊക്കെ ഉണ്ടായിരിക്കുന്നു ആ വനികയിൽ. അതിലേക്കാണ് ചാടി പ്രവേശിച്ചു ഹനുമാൻ എന്ന് പറയുകയാണ്. ആ വൃക്ഷക്കാവിലേക്ക് ഞാൻ വിട്ട ശ്രീരാമബാണം പോലെയായിരുന്നു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ശ്രീരാമൻ ഞാൻ വലിച്ചു പിടിച്ച് ബാണത്തെ പുറത്തേക്ക് വിടുന്നത് അതുപോലെ വളരെ വേഗത്തിൽ എന്നർത്ഥം. ആ ഉപമ വളരെയധികം ആകർഷണീയമായിട്ടൊരു ഉപമയാണ്. ശ്രീരാമബാണം തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്ന വിധത്തിലുള്ള ഹനുമാൻ്റെ ചാട്ടം ശ്രീരാമബാണം പോലെ ശക്തമായിട്ട് ആ അശോകവനികയിലേക്കാണ് ചാടി എന്നർത്ഥം. വിചിത്രമായിട്ടുള്ള ആ വനികയിൽ നിന്ന് ആ ചാട്ടത്തിൻ്റെ ഫലമായിട്ട് പല പല പക്ഷികളുടെയും കളനാദം ഉയർന്നു. വെള്ളിയും സ്വർണവും നിറമുള്ള പലതരം വൃക്ഷങ്ങൾ, നാനാവിധത്തിലുള്ള മൃഗഗണങ്ങൾ വിചിത്രമായിട്ടുള്ള അരണ്യത്തിൽ പല ദിക്കിലും ഉയർന്നും പല സ്ഥലത്തും സൂര്യപ്രകാശം ഇല്ലാത്ത ഭാഗങ്ങളുണ്ടായിരുന്നു, ഉള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ വനിക എന്ന് പറയുകയാണ്. വിഹകൈർ മൃഗസംഘൈശ്ച വിചിത്രാം ചിത്രകാനനാം ഉദിതാദിത്യസങ്കാശാം ദദർശ ഹനുമാൻ കവി.
ഹനുമാൻ കവി കണ്ടത് എന്തൊക്കെയാണ്? പക്ഷികളെ മൃഗസംഘൈശ വിഹകയെ മൃഗസംഘൈശ, മൃഗങ്ങളെ, വിചിത്രമായിട്ടുള്ള പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശം, അവിടെയൊക്കെ ഉദിതാദിത്യ സങ്കാശം, ആദിത്യൻ്റെ ഉദിച്ചു വരുന്ന ആദിത്യത്തിൽ നിന്ന് വരുന്ന പ്രകാശം, ഇതെല്ലാം നിറഞ്ഞ ആ വനിക, ആരാമം കണ്ടു ഹനുമാൻ. പൂക്കളും കായ്ക്കളും നിറഞ്ഞ വൃക്ഷങ്ങളെ ഇടതിങ്ങി നിൽക്കുന്നു. മതിച്ച കുയിലുകളും വണ്ടുകളും ഒരിക്കലും വിടാതെ അതിനകത്ത് വസിക്കുന്നു. അവയുടെയൊക്കെ നാദം, കുയിലുകളുടെയും മയിലുകളുടെയൊക്കെ കരച്ചിലിൽ നാദം കേൾക്കുന്നു. ഏതൊരു ജീവിക്കും അത്യാനന്ദം നൽകുന്നതാണ് ആ വനികയിലെ താമസം എന്ന് പറയുന്നത്. അതുല്യസുന്ദരിയായി സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് മാരുതി അവിടെ എത്തിയപ്പോൾ ഈ പക്ഷികളെല്ലാം, സുഖനിദ്രയിലായിരുന്ന പക്ഷികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി. അവയുടെ ചിറകടി കൊണ്ട് മരങ്ങളുടെ കൊമ്പുകളിൽ നിന്ന് വൃക്ഷം തന്നെ ഉണ്ടായെന്ന് പറയുകയാണ്. മരങ്ങളുടെ കൊമ്പുകളിൽ നിന്ന് ഈ പക്ഷികൾ പറന്ന് ഉയരുമ്പോൾ ആ വൃക്ഷങ്ങളിൽ നിന്നും പൂക്കളെല്ലാം താഴത്തേക്ക് കൊഴിഞ്ഞു വീഴായി. ഉൽപ്പദർഭ്യ ദ്വിജഗണൈ പക്ഷൈ സാരാസമാഹതാം അനേകവർണ്ണ വിവിധ മൂജു പുഷ്പവൃക്ഷയ. വിവിധ തരങ്ങളായിട്ടുള്ള പലവർണ്ണത്തിലുള്ള പുഷ്പങ്ങളെല്ലാം അവിടെ വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ വായുപുത്രൻ്റെ ശരീരത്തിലേക്കൊക്കെ പുഷ്പങ്ങൾ വീണു. പുഷ്പങ്ങളെ കൊണ്ട് മൂടി എന്ന് പറയുകയാണ് അശോകവനികയിൽ. ഒരു പുഷ്പങ്ങളുടെ കൂമ്പാരം എന്ന പോലെ ഹനുമാൻ വിളങ്ങി എന്ന് പറയുകയാണ്. ഹനുമാൻ്റെ ശരീരത്തിൽ മുഴുവൻ പുഷ്പങ്ങൾ നിറഞ്ഞു. പുഷ്പാവകീർണ ശിശുഭേ ഹനുമാൻ മാരുതാത്മജ അശോകവനികാമധ്യേ യഥാ പുഷ്പമയോ ഗിരി. അശോകവനികയുടെ മധ്യത്തിൽ പുഷ്പമയമായിട്ടൊരു പർവ്വതം പോലെ തീർന്നു ഹനുമാൻ. അങ്ങനെ ആ മാമരത്തോപ്പിൽ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇത് ഏതോ ഒരു ദേവനാണെന്ന് വിചാരിച്ചു അത്ര അവിടുത്തെ ഭൂതഗണങ്ങളൊക്കെ. അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് പറയാം. അവിടുത്തെ മറ്റുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ, പക്ഷി മൃഗാദികളൊക്കെ ഈ രൂപത്തിനെ കണ്ടപ്പോൾ ഏതോ ഒരു ദേവനാണ് എന്നവർ വിചാരിച്ചു എന്നാണ്. നാനാവർണ്ണത്തോടു കൂടിയിട്ടുള്ള പുഷ്പസമൂഹം ഇങ്ങനെ വിതറിക്കിടക്കുന്നു ഭൂമിയിൽ. സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു ദേവിയെപ്പോലെ അങ്ങനെ വിലസി ആ പുഷ്പം കൊണ്ട് മൂടിയിട്ടുള്ള ഹനുമാൻ എന്നെല്ലാം വർണ്ണിക്കുകയാണ്. ഹനുമാനും എന്ത് ചെയ്തു? ചില മരങ്ങളൊക്കെ പിടിച്ച് ഊക്കിലിരുന്ന് കുലുക്കി എന്ന് പറയുകയാണ്. അപ്പോൾ ധാരാളം പൂക്കളൊക്കെ പൊഴിഞ്ഞു വീണു. രാശുക്കളുടെ പൂക്കൾ, കായ്കൾ, മാത്രമല്ല ധാരാളം ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുള്ള മരങ്ങൾ. ഹനുമാൻ്റെ കരുത്തേറിയ കരങ്ങൾ ഏതൊരു ശ്രേഷ്ഠ ശാഖയിലായാലും ശരി പിടിക്കുമ്പോഴേക്കും അവ ഒലിഞ്ഞു വീഴും. ഏത് കൊമ്പാണെങ്കിലും ശരി ഹനുമാനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ മതി, അതിൽ നിന്ന് ആ കൊമ്പ് ഇളകാതിരിക്കില്ല എന്നർത്ഥം. ഹനുമാൻ്റെ കരുത്തേറിയ കരങ്ങൾ ആ ശാഖകളെ പിടിക്കുമ്പോഴേക്കും അത് ഉലഞ്ഞ് അതിൽ നിന്ന് ഇലയും പൂവും കായും ഒക്കെ നിലം പതിക്കും എന്ന് പറയുകയാണ്. ഹനുമത വേഗവത കമ്പിതാസ്തേ നഗോത്തമ പുഷ്പപർണഫലാന്യാശു. പുഷ്പങ്ങളും ഇലകളും ഫലങ്ങളും എല്ലാം മുമുജു പുഷ്പശാലിന, അതെല്ലാം പുറത്തേക്ക് വീഴാൻ തുടങ്ങി. പക്ഷികൾ പറന്ന് അകന്ന് ആ വൃക്ഷങ്ങളെല്ലാം പലതും ഹനുമാൻ കുരുക്കിയ വൃക്ഷങ്ങളെല്ലാം ഇലകളും പൂക്കളൊക്കെ കൊഴിഞ്ഞ് തടി മാത്രമായി അങ്ങനെയൊരവസ്ഥയെ തീർന്നു എന്ന് പറയാം. അങ്ങനെ ആ ഉദ്യാനം ഒരു സുന്ദരിയായ ശ്രീരത്നത്തെ പോലെ ആയിത്തീർന്നു. ചെഞ്ചുണ്ടിൽ ചുവപ്പൊക്കെ പോയി നഖദന്ത വ്രണങ്ങളാർന്ന് പാറിപ്പറന്ന കേശഭാരത്തോടെ
കുറിക്കൂട്ടുകളെല്ലാം മാഞ്ഞ ഒരു കാമിനി രത്നത്തെ പോലെ ആയിത്തീർന്നു ആ ഉദ്യാനം കുറച്ചു സമയം കൊണ്ട്. ഹനുമാൻ്റെ പാദങ്ങളോ കൈകളോ സ്പർശിച്ചാൽ മതി എന്ന് പറയാം, ആ മരങ്ങളെല്ലാം ചതഞ്ഞ് അരഞ്ഞു കഴിയും. അത്രയും ശക്തിമാനാണ് ഹനുമാൻ എന്ന് കാണിക്കുകയാണ്. അശോകവനികയിലെ വൃക്ഷങ്ങളിൽ പലതും ഒടിഞ്ഞു. ഹനുമാൻ്റെ പിടുത്തം കാരണം പെരിയ വള്ളിക്കുടികളിൽ നിന്ന് ഹനുമാൻ പുറത്തേക്ക് വരുമ്പോൾ ആ വള്ളിക്കുടിലുകളൊക്കെ ചിന്നിച്ചിതറി എന്നർത്ഥം. അതിവിസ്തൃതമായിട്ടുള്ള ആ ആരാമത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ രത്നങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു. ചില പ്രദേശങ്ങൾ സ്വർണ്ണഭൂമികളായിരുന്നു. ചിലതെല്ലാം വെള്ളി നിറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ നിർമ്മലമായ ജലം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാം തരം കുളങ്ങളുടെ പടവുകൾ, ആ പടവുകളൊക്കെ അമൂല്യമായ രത്നങ്ങളൊക്കെ പതിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ടാണ് ഹനുമാൻ അശോക വനികയിൽ സഞ്ചരിച്ചത്. സ തത്ര മണിഭൂമിശ്ച രാജതീശ്ച മനോരമ തഥാ കാഞ്ചനഭൂമിശ്ച ദദർശ വിചരൻ കപി. വിചരൻ കപി, കപിയായിട്ടുള്ള ഹനുമാൻ അതിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കണ്ട കാഴ്ചകളാണ്. രത്നം നിറഞ്ഞിരിക്കുന്ന ഭൂമി, മനോഹരമായിരിക്കുന്ന കാഴ്ച, കാഞ്ചനഭൂമി, ചില സ്ഥലത്തൊക്കെ വെള്ളി നിറഞ്ഞത്, ചില സ്ഥലത്തൊക്കെ സ്വർണം നിറഞ്ഞത്, അങ്ങനെ പല വിധത്തിലും ആകർഷകമായിരുന്നു ആ അശോകവനികയിലെ കാഴ്ചകൾ. നീണ്ട തോടുകൾ, ഇരുഭാഗത്തുമുള്ള മണലിൽ പവിഴം, മുത്ത തുടങ്ങിയ രത്നങ്ങൾ നിറച്ച് പതിച്ചിട്ടുണ്ട്. പൊൻവർണ്ണമായിട്ടുള്ള വൃക്ഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഈ തോടുകളുടെയൊക്കെ തീരങ്ങൾ. വികസിച്ച് നിൽക്കുന്ന താമരപ്പൂവുകൾ, അതുപോലെ കോഴികളും നീർക്കോഴികളും അരയന്യങ്ങളൊക്കെ മതം ആർന്നുകൊണ്ട് കൂകിക്കൊണ്ടിരിക്കുകയാണ്. അമൃതതുല്യമാണ് അവയിലെ വെള്ളം. കൽപ്പകവൃക്ഷങ്ങളൊക്കെ ഉത്തമ ലതാവൃതങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ മരങ്ങളിൽ നാനാതരം നത്തിൻ കൂട്ടങ്ങളുടെ കൂട്ടം, നത്ത് എന്നുള്ള പക്ഷികളുടെ കൂട്ടങ്ങൾ, അവയുടെ ചിലക്കലുകളൊക്കെ അനവരതമായിരുന്നു. അങ്ങനെ അതുല്യ ശോഭയാർന്നിട്ടുള്ള അവയിൽ സശ്രദ്ധ നോക്കിക്കൊണ്ടാണ് മാരുതി ആ ആരാമത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. പല കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഹനുമാൻ്റെ യാത്ര. അതിമഞ്ജുളമായൊരു മാമല കണ്ടു എന്ന് പറയാണ്. കാർക്കൊണ്ടലിന് കവച്ചു വയ്ക്കുന്ന നിറം, വിചിത്രങ്ങളായിട്ടുള്ള ഉന്നത ശിഖരങ്ങൾ, ഏറ്റവും ഭംഗിയായിട്ടുള്ള നാനാവൃക്ഷങ്ങൾ, മധ്യത്തിൽ മഹത്തായിട്ടുള്ളൊരു ശൃംഗം, അതിൽ നിന്ന് പരിശുദ്ധമായിട്ടുള്ളൊരു നദി ഒഴുകുന്നു. വൃക്ഷശിഖരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ പ്രവാഹത്തിൽ സ്പർശിക്കുന്നു. കോപാകുലരായിട്ട് പോകുന്നൊരു മാനിനീരത്നത്തെ പോലെ, ആ മാനിനീരത്നത്തെ ബന്ധുക്കൾ തടയുന്നത് പോലെ വൃക്ഷശിഖരങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ നദീപ്രവാഹത്തെ തടഞ്ഞു എന്നൊക്കെ പറയുകയാണ്. ചിലപ്പോൾ ഒഴുക്ക് കുറയുന്നു, ചിലപ്പോൾ കൂടുന്നു. അതെല്ലാം കണ്ട് പല വിധത്തിലുള്ള ഉപമകളും താരതമ്യങ്ങളും ഹനുമാന് തോന്നി എന്നൊക്കെ പറയുന്നു. അതിൻ്റെ അടിവാരത്തിൽ അടുത്തടുത്ത് അനേകം താമരപ്പൊയ്കകൾ, പക്ഷികളുടെ കളകളനാദങ്ങളോട് കൂടിയ ആ താമരപ്പൊയ്കകൾ കണ്ട് ഹനുമാൻ്റെ ഇന്ന് വളരെ സന്തോഷമായി. ഭംഗിയിലുണ്ടാക്കിയിട്ടുള്ള കുളത്തിൻ്റെ പടവുകൾ ശ്രേഷ്ഠരത്നങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ചുറ്റുപാടും കാണുന്ന മണലുകൾ മുത്തുരത്നങ്ങളെപ്പോലെയാണ്. വിചിത്രങ്ങളായിട്ടുള്ള അരണ്യങ്ങൾ, അവയിലൊക്കെ നിറയെ പലവിധ മൃഗങ്ങൾ, അതിമനോഹരങ്ങളായിട്ടുള്ള പള്ളിമേടകൾ, അവിടെ ചുറ്റും കൃത്രിമമായിട്ടുള്ള കാടുകൾ,
ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അശോകവനികയുടെ ചില ഭാഗങ്ങളൊക്കെ വിശ്വകർമാവാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. അത്ര മനോഹരമായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ. വിവിധൈർ മൃഗസംഘൈശ്ച വിചിത്രാം ചിത്രകാനനാം പ്രാസാദേസ്തു മഹൽഭിശ്ച നിർമ്മിതൈർ വിശ്വകർമ്മണ. വിശ്വകർമാവിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ വനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പലതരം മൃഗങ്ങളുടെ സംഘങ്ങളും വിചിത്രമായിട്ടുള്ള ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ആ കാനനം വളരെ ആകർഷകമായിരുന്നു എന്ന് പറയുകയാണ്. ഉയർന്നു നിൽക്കുന്ന ചില വൃക്ഷങ്ങളുടെ അഗ്രഭാഗം കുടയുടെ ആകൃതിയിൽ വൃത്താകാരമായിട്ട് നിൽക്കുന്നത് കണ്ടു. ഇടതുറന്ന കൊമ്പുകളോടുകൂടി കാണുന്നതിൽ നിറയെ പുഷ്പങ്ങളും തോരണം കെട്ടിയതുപോലെ അതിശയകരമായിട്ട് വിളങ്ങുന്നതും കണ്ടു. വലിയ തറകൾ, അതിലേക്ക് കയറാനുള്ള കൽപ്പടകൾ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. അനേകം വള്ളികളെല്ലാം കെട്ടുപിണഞ്ഞ ഇടതൂർന്ന ഇലകളോടുകൂടിയ ഒരു പൊന്ന് ഇരുൾമരം അശോകവനികയുടെ മധ്യത്തിൽ തല ഉയർന്നു നിൽക്കുന്നത് ഹനുമാൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു എന്ന് പറയുകയാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തറകളും കൽപ്പടവുകളും ഒക്കെ ഉണ്ട് അതിന്. നാലുപുറവും അഭിരമ്യമായ പച്ചപ്പുൽ മൈതാനം, ഇടയ്ക്കിടെ ചെറിയ കുളങ്ങളും നീരൊഴുക്കുകളും അഗ്നിവർണം പോലെയുള്ള വൃക്ഷങ്ങളൊക്കെ ചുറ്റി നിൽക്കുന്നതായിട്ട് കണ്ടു. വീരവീരനായിട്ടുള്ള വാനരേശ്വരൻ ഇതെല്ലാം കണ്ട് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ വിചാരിച്ചു എന്നാണ്, എൻ്റെ ശരീരം മുഴുവനും സ്വർണ്ണമയമായി തീർന്നു പോകും. അതിൻ്റെ കനകശാഖകൾ കാറ്റത്ത് ചാഞ്ചാടിക്കൊണ്ട് കിങ്ങിണി ചാർത്തിൽ നാദമുതിർക്കുന്ന ഹനുമാൻ അത്ഭുതത്തോടെ കണ്ടു. വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടു ഹനുമാൻ. കൊമ്പിൻ ജില്ലകളുടെ അറ്റങ്ങളിൽ വികസിച്ച പുഷ്പങ്ങൾ, ഇളയ മുട്ടുകളും ഒക്കെ നിറഞ്ഞ ഇരുൾമരത്തിൻ്റെ മുകളിൽ ഇലച്ചാർത്തുകളുടെ മധ്യത്തിൽ ആ ഹനുമാൻ കയറിയിരുന്നു എന്ന് പറയാം. മരത്തിൻ്റെ ഒരു കൊമ്പിൽ കയറിയിരുന്നു ഹനുമാൻ. വളരെ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ഹനുമാൻ ആ അശോകവനികയിൽ ചുറ്റി നടന്നത്. സപുഷ്പിതാഗ്രാം രുചിരാം തരുണാങ്കുര പല്ലവാം താം ആരുഹ്യ മഹാബാഹുവായിട്ടുള്ള ഹനുമാൻ ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ കയറിയിരുന്നു. ശിംശപാം പർണസമൃതാം, അങ്ങനെ ശ്രീരാമസ്വാമിയെ കാണാൻ വളരെയധികം തിരക്കോടുകൂടി കാത്തിരിക്കുന്ന ഹനുമാൻ അവിടെ ഇങ്ങനെ ഇരുന്നു എന്നാണ്. ആ മരത്തിൻ്റെ കൊമ്പിലിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ്റെ ഹൃദയം മന്ത്രിച്ചു. മനസ്സ് പലതും പല ചിന്തകളിലും അടിമപ്പെട്ടു. എന്നിട്ട് വിചാരിക്കുകയാണ്, അസഹ്യമായ ദുഃഖത്തോടുകൂടി താനിങ്ങനെ അലക്ഷ്യമായിട്ട് ഓടി നടക്കുന്നത് എന്താ കാര്യം? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദേവിയെ കാണാതിരിക്കില്ല, അവിചാരിതമായിട്ടെങ്കിലും ഞാൻ ദേവിയെ കാണും എന്നുള്ള ശുഭപ്രതീക്ഷ ഹനുമാനെ ഉത്സാഹഭരിതനാക്കി. ഏതായാലും ഈ അശോകവനികയും രാവണൻ ഉണ്ടാക്കിയത് തന്നെയാവുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആരാമമായിട്ട് തീർന്നത്. ഇലഞ്ഞി, ചന്ദനം, ചമ്പകം തുടങ്ങിയ ഉത്തമമായിട്ടുള്ള മരങ്ങൾ അതെല്ലാം കൊണ്ടുവന്ന് നട്ട് അത് മനോഹരമായിട്ട് രമണീയമായ കൊമ്പുകളോടുകൂടി, ഇലകളോടുകൂടി, പുഷ്പങ്ങളോടുകൂടി പൂത്ത് ഇരിക്കുന്നു. അതിന്മേൽ പക്ഷിവൃന്ദങ്ങളും ധാരാളം പക്ഷികളും ഒക്കെ ആ കൊമ്പുകളിൽ ആനന്ദിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആരാമത്തിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും രാമേന്ദ്രപ്രഭുവിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ജാനകി ദേവി ഉണ്ടാകും. പതിവ്രതാരത്നമായിട്ടുള്ള ആ ജനകരാജകുമാരി തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഹനുമാൻ. ഈ പൂങ്കാവിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ ദേവി ഇരിക്കുന്നുണ്ടാവും എന്നെല്ലാം സങ്കല്പിക്കുകയാണ്. വനവാസത്തിൽ താമസിക്കാൻ ഇഷ്ടമാണ് ദേവിക്ക്. ഇപ്പോൾ ശ്രീരാമനിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കൊണ്ടുള്ള ദുഃഖം, ആ ദുഃഖത്തിൻ്റെ ചൂട് മാറ്റാൻ വേണ്ടി ഈ പൂവനത്തിൽ
വന്നിരിക്കാതിരിക്കില്ല. മൈഥിലി ദേവിക്കാണെങ്കിൽ വനവാസികളുടെ ജീവിതത്തേക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും സീതാദേവി നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവളാണ്, സന്ധ്യാവന്ദനമൊക്കെ ചെയ്യുന്നവളാണ്. നിർമ്മലമായിട്ടുള്ള ജലം ഉള്ള നദിയിലേക്ക് സന്ധ്യാവന്ദനം ചെയ്യാനായിട്ട് വരാതിരിക്കില്ല. അതുകൊണ്ട് ഇവിടെ കാത്തിരിക്കാം എന്ന് പറയണം. ഈ അടുത്തുള്ള പുഴയിൽ കൂടെ നദിയിൽ കൂടെ ഒഴുകുന്ന ജലത്തിൽ സന്ധ്യാവന്ദനാദികൾ ചെയ്യാനായിട്ട് സീതാദേവി വരുമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജീവാധിക പ്രിയയായിട്ടുള്ള ദേവിക്ക് എന്തുകൊണ്ടും ഉതകുന്നതാണ് ഈ അശോക മലർക്കാവ് എന്നൊക്കെ ഹനുമാൻ ചിന്തിക്കുന്നു. ലങ്കാരാജ്യത്തിൽ അധിവസിക്കുന്ന ആരായാലും ശരി സുഖമായി ജീവിക്കാൻ തീർച്ചയായിട്ടും ഈ അശോകവനികയിലേക്ക് വരാതിരിക്കില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. സ്ഫടികതുല്യമായിട്ട് പ്രവഹിക്കുന്ന ഈ നദീതീരത്തിൽ വന്നണയാതിരിക്കില്ല തീർച്ച. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സീതാദേവിയുടെ ദർശനം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും സശ്രദ്ധം നോക്കിക്കൊണ്ട് തൻ്റെ ദൃഷ്ടികളെ പരതിക്കൊണ്ട് മഹാനായിട്ടുള്ള ഹനുമാൻ ശരീരം വളരെ ചുരുക്കി അങ്ങനെ ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ഇരുന്നു എന്ന് പറയണം. അങ്ങനെ ദേവിയെ കാത്തുകൊണ്ട് ദേവി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അങ്ങനെ ഇരുന്നു. ഇത് ജീവതി സാദേവി താരാധിപനിഭാനന ആഗമിഷ്യതി സാവശ്യമിമാം ശിവജലാം നദീം. ദേവി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗമിഷ്യതി സാ അവശ്യമിമാം ഈ ശിവജലാം നദി, ഈ നദിയിലേക്ക് കൂടി ഒഴുകുന്ന സുന്ദരമായ ജലത്തിൽ സന്ധ്യാവന്ദനം ചെയ്യാനും ഒക്കെ ആയിട്ട് സീതാദേവി വരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചു ഹനുമാൻ. ഏവം തുമത്വ ഹനുമാൻ മഹാത്മാ പ്രതീക്ഷമാണോ മനുജേന്ദ്രപത്നിയും അപേക്ഷമാണസ് ദദർശ സർവം സുപുഷ്പിതേ പത്രഖനെ നിലീന. ധാരാളം പുഷ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഇലകളുള്ള വൃക്ഷത്തിൻ്റെ കൊമ്പിൽ അങ്ങനെ കാത്തിരുന്നു ഹനുമാൻ, ദേവിയുടെ വരവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഏവം തുമത്വ ഹനുമാൻ മഹാത്മാവായിട്ട് ഹനുമാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷമാണോ മനുജേന്ദ്രപത്നിയും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പത്നിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അപേക്ഷമാണശ്ച ദർശ സർവം എല്ലാം കണ്ടുകൊണ്ട് സുപുഷ്പിതേ പത്രഖനെ നിലീന അങ്ങനെ ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ പുഷ്പിതമായിട്ടുള്ള വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ അങ്ങനെ നിലീനനായിട്ട് കാത്തിരുന്നു എന്നർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം സമർപ്പിച്ചത്. അങ്ങനെ സീതാദേവിയെ കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും. എങ്കിലും അശോകവനികയിലെ അന്തരീക്ഷം അത് വളരെ പ്രോത്സാഹജനകമായൊരു അന്തരീക്ഷമായിരുന്നു. മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നൊരു അന്തരീക്ഷമായിരുന്നു ഹനുമാനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഹനുമാൻ വിചാരിച്ചു തീർച്ചയായിട്ടും സീതാദേവിയെ കാണാതിരിക്കില്ല. ഈ സുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കും ആ ദേവി ശ്രീരാമവിരഹദുഃഖം ശമിപ്പിക്കാനായിട്ട് ജീവിക്കുന്നത് എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഹനുമാന്. അടുത്ത സർഗത്തിലാണ് ഒരു ശിംശഭാവൃക്ഷ ചുവട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ട് ഹനുമാൻ കണ്ടത്. ഹനുമാൻ വീണ്ടും പല പല ചിന്തകളുണ്ടായി. ഇതുവരെ സീതാദേവിയെ കണ്ടിട്ടില്ലല്ലോ ഹനുമാൻ. അതുകൊണ്ട് ഏതാണ് സീതാദേവി എന്നറിയില്ല. ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അടുത്ത 15-ാം സർഗത്തിൽ ആ സ്ത്രീയെപ്പറ്റി സംശയിക്കുന്നു, സീതയാണോ അല്ലയോ എന്നൊക്കെ സംശയിക്കുന്നു. 16-ാമത്തെ സർഗത്തിലാണ് അത് സീത തന്നെയാണ് എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ സീതാദേവിയെ എവിടെ വെച്ചാണ് സന്ദർശിക്കുന്നത് ഹനുമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15-ാം സർഗത്തിലാണ്. പക്ഷേ സീതയാണെന്ന് മനസ്സിലാക്കുന്നത് 16-ാമത്തെ സർഗത്തിലാണെന്ന് മാത്രം. നമുക്ക് 15-ഉം 16-ഉം സർഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര
പാദങ്ങളിൽ സമർപ്പിക്കണം. എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.